നമസ്കാരം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിറന്ന നാട് സംരക്ഷിക്കാൻ സമരരംഗത്തിറങ്ങിയവരോട് മുഖം തിരിച്ചു നിന്ന സർക്കാരിന് വീണ്ടും വിചാരം. ആലപ്പാട് സമരത്തിൽ സർവകക്ഷി യോഗം വിളിക്കാൻ ഒടുവിൽ തീരുമാനമായി. സമരം അവസാനിപ്പിച്ചു വന്നാൽ ചർച്ചയെന്ന് സർക്കാരും ഖനനം നിർത്തിയാൽ ചർച്ചയാകാമെന്ന് സമരക്കാരും പിടിവാശിയിലായി നടത്തുന്നതാണ് ഈ പുരോഗതി. സർക്കാർ നിലപാട് പ്രശ്നപരിഹാരത്തിന് സഹായകരമാകുമോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ആലപ്പാട്ട് സർക്കാർ സമവായത്തിനോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം ഈ വിഷയത്തിൽ. വിളിക്കേണ്ട നമ്പർ 0416615881. വാട്സപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രേമൻ, പറഞ്ഞോളൂ, സർക്കാരിന്റെ ഈ നീക്കം ആലപ്പാട്ടെ സമരം അത് അവസാനിപ്പിക്കാൻ കാരണമാകുമോ? തീർച്ചയായും സമവായത്തിന്റെ പാത പിന്തുടരുന്നത് സർക്കാരിന് എപ്പോഴും ഗുണകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും സമവായത്തിന്റെ പാത പിന്തുടരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഊതി വീർപ്പിച്ച് ഒരു വലിയ വിഷയമാക്കി എടുക്കുന്നതോട് കൂടി അതില് സമവായത്തിന്റെ പാത തന്നെയാണ് ഏറ്റവും ഉചിതം. അത് ഇരു കക്ഷികളെയും വിളിച്ചു ചേർത്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അത് കരിമണൽ കാരണവുമായി ബന്ധപ്പെട്ട് മുൻ ഗവൺമെന്റിന്റെ വ്യത്യസ്തമായ സമീപനമാണ് ഈ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് സമവായം തീർച്ചയായും ഗുണകരമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി പ്രേമൻ, നന്ദി. പ്രതികരിച്ചതിന് അരവിന്ദൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു ചെന്നൈ കരുനാഗപ്പള്ളിയിൽ നിന്ന്. അരവിന്ദൻ, പറഞ്ഞോളൂ, ഈ ആലപ്പാട്ടെ പുതിയ സർക്കാർ നീക്കത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? സാറെ, സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ നീക്കത്തെ ശക്തമായി ഞങ്ങൾ എതിർക്കുക. കരിമണൽ ഖനനം ഇവിടെ നിന്ന് ഞങ്ങൾ അനുവദിക്കത്തില്ല ഒരു കാരണവശാലും കഴിഞ്ഞാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് മണൽ എടുത്തതിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീടുകൾ, കാര്യങ്ങൾ ഇവിടെ നിയമപരമായ രീതിയിൽ ഒന്നുമല്ല അവിടെ ഖനനം നടത്തുന്നത്. പക്ഷെ അരവിന്ദൻ, ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കാനായി സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായ പശ്ചാത്തലം, അത് ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നീക്കമില്ലായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെ നിങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. പക്ഷെ ചർച്ച എപ്പോഴും ഒരു ഹോട്ടലിൽ വെച്ച് നടത്തുവാനോ അല്ല ഒരു MLA ഹോട്ടലിൽ വെച്ച് നടത്താനോ ഒന്നും ഈ നാട്ടിലെ ജനങ്ങളോ സമരസമിതിക്കാരോ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. പരസ്യമായിട്ട് ഇവിടെ ഓപ്പൺ ഏരിയയിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ചർച്ച നടത്തുക. അപ്പൊ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് പല ചർച്ചകളും അവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇപ്പം സർക്കാർ പോവും, അവര് റൂമിലിരിക്കും, ചർച്ച നടത്തും, എന്തെങ്കിലും പറഞ്ഞ് തിരിയും. ഇനി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ ഓപ്പൺ എയറിൽ ചർച്ച നടത്തണം. ശരി ശരി അരവിന്ദൻ, നന്ദി പ്രതികരിച്ചതിന്. ജോബിൻ ചേരുന്നു ചെങ്ങന്നൂരിൽ നിന്ന്. ജോബിൻ, പറയാം താങ്കളുടെ നിലപാട്. ഹലോ സാർ, പറഞ്ഞോളൂ. ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം ആലപ്പാടുകാരുടെ ദുരിതം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ കടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഖനനം നിർത്തിയതിന് ശേഷം വേണം ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ. ഖനനം പൂർണ്ണമായി നിർത്തിയിട്ട്, കാരണം ജനങ്ങളാണ് വലുത്. ജനങ്ങൾക്ക് മേളിൽ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് മുകളിൽ ഒരു ഖനനവും വേണ്ട, ഒരു മറ്റിതും വേണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. ശരി, നന്ദി ജോബിൻ പ്രതികരിച്ചതിന്. മുഹമ്മദ് അഷറഫ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. മുഹമ്മദ് അഷറഫ്, പറയാം, ഈ ആലപ്പാട് വിഷയം അത് ഒരു സമവായത്തിന്റെ പാതയിലാണോ? സർക്കാരിന്റെ ഇടപെടൽ ഈ ആലപ്പാട്ടുകാരുടെ ദുരിതം കുറയ്ക്കാൻ സഹായകരമാകുമോ? അത് പറയുന്നത് നമ്മള് സോഷ്യൽ മീഡിയയിലും മറ്റേ മേഖലയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ആലപ്പാട്ടുകാരുടെ വിഷയം. കാരണം ഈ കുറച്ചു മുമ്പ് പ്രളയം വന്നപ്പോ സഹായിക്കാനുണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ അവരുടേതായ വിഷയത്തിൽ, അതായത് ഈ മനുഷ്യരുണ്ടെങ്കിലല്ല ഈ മൈനിങ് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം പോലെ അവർക്ക് എന്തുണ്ട്, ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവർക്ക് ഈ വിഷയത്തെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി ശരി, നന്ദി മുഹമ്മദ് അഷ്റഫ്. ഇപ്പോൾ മുഹമ്മദ് കുട്ടി എന്ന പ്രേക്ഷകനും ചേരുന്നു. മുഹമ്മദ് കുട്ടി, പറയാം. ഹലോ, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഖനനം നടക്കണം, അതുപോലെ വ്യവസായ കാര്യങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ച് സംസാരിക്കുമോ? അപ്പൊ താങ്കൾക്കും അത് കൃത്യമായി കേൾക്കാൻ പറ്റും. ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചാട്ടെ, എന്നിട്ട് താങ്കളുടെ അഭിപ്രായം പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞോളൂ. ഖനനവും നടക്കണം, അതുപോലെ തന്നെ
ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കണം. ഇത് ജനദ്രോഹപരമായുള്ള പരിപാടിയായിട്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു ഗ്രാമം തന്നെ ഇല്ലാതാവുന്ന കോലത്തിലാണ് ഇത് കണ്ട കാഴ്ചയിൽ നടക്കുന്നത്. നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റുകാരാണ്. അപ്പോ ഈ സമവായത്തിലൂടെ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ശരി മുഹമ്മദ് കുട്ടി, അതായത് കണ്ടുകൊണ്ടിരിക്കെ ഒരു ഗ്രാമം അപ്രത്യക്ഷമാകുന്നു. ആലപ്പാട് എന്ന സ്ഥലം ഏതാണ്ട് 89 സ്ക്വയർ മീറ്റർ ഉണ്ടായിരുന്ന സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാട് എന്ന സ്ഥലം ഇപ്പോൾ 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ആലപ്പാട് ഇപ്പോൾ 8.9 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി എന്ന ഏറ്റവും പുതിയ കണക്ക് പുറത്തു വരുമ്പോൾ അത് അശാസ്ത്രീയമായ ഖനനം, സീ വാഷ് എന്ന പേരിൽ നടന്നുവരുന്ന IREയുടെ അശാസ്ത്രീയമായ ഖനനം അത് ആ ഗ്രാമത്തെ ഇല്ലാതാക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ സ്വൈര്യം കെടുത്തുന്നു. ഒരു രാത്രി ഉറങ്ങാൻ സാധിക്കാതെ എപ്പോൾ തങ്ങളുടെ വാസസ്ഥലം കടലെടുക്കും എന്നറിയാതെ ആശങ്കയിലായ ഒരു ഗ്രാമം. അവിടെ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല. ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ സർക്കാർ ഇപ്പോൾ സമവായത്തിന്റെ പാതയിലാണോ എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകർക്കായി മുന്നോട്ട് വെക്കുന്നത്. നിമോഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. നിമോഷ് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഇത് തികച്ചും സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തില് പിന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുക, അത് ശബരിമല പോലത്തെ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഈ ഇത്ര നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ച സർക്കാരിന് ഇതും വളരെ മികച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. ഈ സമവായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതൊക്കെ ഈ വിഷയം അത് പരിഹരിക്കപ്പെടാൻ ഇടയാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും അതിനുള്ള പ്രാപ്തി സർക്കാരിന് എന്തായാലും, ഈ ഒരു ഇടതുപക്ഷ സർക്കാരിന് എന്തായാലും അതിനുള്ള പ്രാപ്തിയും കഴിവും ഉണ്ട്. ശരി നിമോഷ്, നന്ദി പ്രതികരിച്ചതിന്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിസ്തീർണം ഇത്ര കണ്ട് കുറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനമായ IREയുടെ ഖനനം മൂലമാണ് എന്ന ആക്ഷേപമാണ് ഈ സമരസമിതിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഒരു അനുരഞ്ജനത്തിന് തയ്യാറായി വന്ന ഒരു സാഹചര്യമുണ്ട്. സമരം അവസാനിപ്പിച്ചു വന്നാൽ മാത്രം അനുരഞ്ജനം എന്ന രീതിയിൽ ഇപ്പോൾ സർക്കാർ പുറകോട്ട് പോയിരിക്കുന്നു. സതീഷ് എന്ന പ്രേക്ഷകനും ചേരുന്നു. സതീഷ് പറഞ്ഞോളൂ, ഈ വിഷയത്തിൽ ആലപ്പാട്ടെ അശാസ്ത്രീയമായ ഖനനം അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് തന്നെയാണ് കാര്യമായിരുന്നത്. ഇപ്പോൾ സമരം അത് വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ സർക്കാരിന്റെ ഈ ഇടപെടൽ അത് ഏത് രീതിയിൽ പ്രയോജനം ചെയ്യും ഈ സമരരംഗത്തുള്ളവർക്ക്? സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് തന്നെ അത് തെറ്റാണ്. അവരെടുക്കുന്ന രാഷ്ട്രീയമായ തീരുമാനങ്ങളെല്ലാം വളരെ തെറ്റാണ്. അവരൊരു കണ്ണം നിർത്തി അത് നിർത്തലാതെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത്രയും വലിയൊരു നാടിനെ ഇതിന് ഒരുതല്ലേ ബാധിക്കുന്ന ഒരു കാര്യത്തെയായിരുന്നു സർക്കാർ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്? അതും തൊഴിലാളികൾക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ ഇങ്ങനെ കാണിക്കാൻ തെറ്റല്ലേ? ഒരു ഗ്രാമത്തെ തന്നെ അഴിച്ചു അല്ലെങ്കിൽ ഗ്രാമത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന സർക്കാർ അത് തെറ്റായ നടപടിയില്ല. അവരുടെ പ്രത്യേക ശാസ്ത്രത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി സതീഷ്. രമണൻ എന്ന പ്രേക്ഷകൻ കോയമ്പത്തൂരിൽ നിന്നും ചേരുന്നു. രമണൻ പറഞ്ഞോളൂ. ഹലോ, എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ ഈ ഖനനം എത്രയും വേഗം നിർത്തിവെച്ചിട്ട് അടിയന്തരമായ തീരുമാനം എടുക്കണം. ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് ഒരു ഗ്രാമത്തില്, പ്രത്യേകിച്ച് ആലപ്പാട്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവരുടെ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും വലിയ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇത് നിർത്തിവെച്ച് ഒരു സമവായത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. വളരെയധികം നല്ല കാര്യമായിരിക്കും. അല്ലാതെ ഇതൊരു രീതി കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമല്ലേ സാറേ? അതെ അതെ അതെ, അതാണ്. ശരി, നന്ദി രമണൻ. മസ്കറ്റിൽ നിന്ന് ജയചന്ദ്രൻ എന്ന പ്രേക്ഷകനും ചേരുന്നു. ജയചന്ദ്രൻ, നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ ചവറയാണ്. അപ്പോൾ ഈ കാര്യത്തെ കുറിച്ചൊക്കെ അതെ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശമാണല്ലോ അത്. അതെ അതെ, എനിക്ക് 50 വയസ്സുണ്ട്. ഞാൻ ഒരു 10-30 വർഷം കൊണ്ട് ഈ കണത്തെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് IRE ചവറ പുത്തന്തറ ഭാഗത്തു നിന്ന് ഡ്രഡ്ജ് ചെയ്തിട്ട് ആ മണ്ണ് അവിടെ തന്നെ അവര് തിരിച്ചു നിക്ഷേപിച്ചിട്ട് ഈ ആളുകൾക്കെല്ലാം വീടും 2 സൈഡ് റോഡും എല്ലാം ശരിയാക്കി കൊടുത്തു. അന്ന് ഈ വസ്തു എടുക്കുന്നതിന് കൂടുതൽ വസ്തു ഉള്ളവരും മറ്റുള്ളവരുടെ പേരിലേക്ക് ആക്കി കൊടുത്തുകൊണ്ട് ജോലി സമ്പാദിച്ചെടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പറഞ്ഞ ആലപ്പാടിന് ഇങ്ങ് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് പണിക്കര കടവിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ പറയുന്ന നമ്മുടെ കാട്ടി മേക്കതിൽ അമ്പലം വരെ നടന്നു വരാവുന്ന പ്രദേശങ്ങളായിരുന്നു. അത് മൊത്തം ഈ ആൾക്കാർ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ മറ്റുള്ള പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് വരെ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി വസ്തു മറിച്ച് കച്ചവടം ചെയ്തും ജോലി സമ്പാദിച്ചും
ഒക്കെ ഒരുപാട് പേര് ഈ അയ്യാറ് കൊണ്ട് ജീവിച്ചവരുണ്ട്. എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമുള്ള ആളല്ല, ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഞാനൊരു അപ്രന്റീസ് നേടിയെടുക്കാൻ വരെ അയ്യാറ് ശ്രമിച്ച കക്ഷിയാ, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. നമ്മളൊക്കെ ഏരിയക്കാരാണ്, പക്ഷെ ഈ ആനുകൂല്യങ്ങൾക്കൊന്നും അർഹതയുള്ള ആളുമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ മുറവിളി കൂട്ടുന്ന ആൾക്കാർക്ക് ആ ഒരു ആനുകൂല്യം അയ്യാറിയിൽ നിന്നോ ഈ പറഞ്ഞ കേമിൽ നിന്നോ കിട്ടുന്നില്ല. കാര്യം വസ്തു എടുത്താൽ ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഒന്നുമില്ല. ഇപ്പം ഓപ്പൺ മീറ്റിങ്ങിന് വിളിച്ചാൽ ഞങ്ങൾ പോത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു അജണ്ട ഞാൻ പറയാം. ഇവർക്ക് ഇപ്പൊ ഈ സമരം ചെയ്യുന്ന അവിടെ ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാം എന്നൊരു ഉപാധി ഇവർ വെച്ചു കഴിഞ്ഞാൽ ഈ സമരക്കാരെ ലെവലേശം കാണാൻ കിട്ടത്തില്ല. അതാണ് ഈ പ്രദേശങ്ങൾ ഇത്രയും കടലിന്റെ അടിമകളായി പോയ ഈ ഒരു മനോഗതിയാണ് ഇന്ന് ആ പ്രദേശങ്ങൾ ഇല്ലാതെ പോയതിന്റെ മെയിൻ കാര്യം. ഇനിയും ഇത് അങ്ങോട്ട് ഇതേ കണക്ക് തന്നെ പോത്തേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഇത്രയാണുള്ളത്. ശരി ശരി, നന്ദി ജയചന്ദ്രൻ പ്രതികരിച്ചതിന്. അരവിന്ദൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു കുമരകത്ത് നിന്ന്. അരവിന്ദൻ, പറഞ്ഞോളൂ ഈ വിഷയത്തിൽ താങ്കളുടെ നിലപാട്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള നിലപാട്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ സമവായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. അതുപോലെ ഒരു പ്രേക്ഷകൻ പ്രതികരിക്കുന്ന കേട്ട് ഓപ്പൺ ചർച്ചയെ നടത്താൻ പാടുള്ളൂ. ഒരു സർക്കാർ പൊതുവായിട്ടുള്ളൊരു പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ എതിരെ ഇത് എങ്ങനെയും സമരക്കാർ ചർച്ച ചെയ്ത് തീർക്കേണ്ടതിന് പകരം ബാലിശമായിട്ടുള്ള നിലപാടുകൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ സമവായ ചർച്ചയിൽ അവർ പങ്കെടുത്തുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കണം. ആ സമരത്തിന് മറ്റുള്ള ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് ഇത് പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി അരവിന്ദൻ പ്രതികരിച്ചതിന്. കൊല്ലത്ത് നിന്ന് ഗീത ചേരുന്നു. ഗീത, പറയാം, ഈ സർക്കാരിന്റെ ശ്രമം അത് ആലപ്പാട് എന്ന ഗ്രാമത്തെ രക്ഷിക്കാൻ പര്യാപ്തമാകുമോ? സാറേ, സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനെ ബന്ധമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറ്റിവെച്ചിട്ട് ഈ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇപ്പൊ പ്രളയം നമ്മുടെ മുമ്പിൽ വന്നൊരു വിഷയമാണ്. അവിടുന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ നമ്മളെ പിന്നെ ഇതെല്ലാം വിഷയത്തിന് അവര് പോയി വെള്ളത്തിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവന്ന് ജീവൻ രക്ഷിച്ചു. അപ്പൊ അതുപോലൊരു പ്രളയം വീണ്ടും ഉണ്ടാവാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തെറ്റായ നടപടിയാണ്. ഈ സമരക്കാർ ചെയ്യുന്നത് അവരുടെ ആ ഗ്രാമം മൊത്തം മുങ്ങിപ്പോയില്ല. ആ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ നമ്മൾ ഈ സർക്കാർ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനുള്ള തടസ്സങ്ങൾ മാറ്റിവെച്ചിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ശരി, നന്ദി ഗീത. മണിലാൽ ചേരുന്നു ആലപ്പാട് നിന്ന് തന്നെ. മണിലാൽ, ആലപ്പാട്ടെ സമരം അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള വിഷയത്തിൽ തന്നെയാണ്. ഇപ്പോൾ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? അത് തിരിച്ചും സാധാരണമാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സമയത്ത് ഈ പ്രദേശത്ത് മൊത്തം വന്ന് കണ്ടതാണ്. അന്ന് അതിന് വേണ്ട നടപടികളെല്ലാം എടുക്കാമെന്ന് തീർത്തും പറഞ്ഞതാണ്. മണിലാൽ ഇപ്പോൾ ഇവിടെ സമരപന്തലിലാണോ അതോ വീട്ടിലാണോ? അല്ല, ഇപ്പൊ വീട്ടിലാ. ടിവിയുടെ ശബ്ദം ഒന്ന് കുറച്ചാലേ താങ്കൾക്ക് സംസാരിക്കാം നന്നായിട്ട്. പറഞ്ഞോളൂ. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമ്മൾ ഈ പ്രദേശം വെള്ളാതുരത്തെ പ്രദേശം ഈ പ്രദേശം മൊത്തം വന്നത് കണ്ടതാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി. അപ്പൊ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അറിയാം. ഇപ്പൊ ഇതിനെപ്പറ്റി വിളിച്ചത് ഞങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇത് നിർത്തിയില്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ആലപ്പാടെന്ന പ്രദേശം കാണത്തില്ല. പിന്നെ നമ്മുടെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ആലപ്പാടെന്ന് പറയുമ്പോൾ എന്തോ ഒരു ചൊറിച്ചില് പണ്ടുപോലെ ഉള്ള. കാരണം പ്രളയത്തിന് ഞങ്ങളുടെ ആലപ്പാടിൽ നിന്ന് 55 വള്ളത്തോളം പോയി. 14,000 ആള് ഇവിടെ നിന്ന് പോയി, വണ്ടിയിലും എല്ലാത്തിനും പോയി കിടന്നിട്ടുണ്ട്. പക്ഷേ ഫിഷറീസ് മന്ത്രി അന്ന് പറഞ്ഞത് ആലപ്പാട് 4 വള്ളക്കാർ മാത്രമേ പോയിട്ടുള്ളതാണ് പറഞ്ഞത്. 4 വള്ളം ആലപ്പാടിന് വിട്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് കണ്ടില്ലേ നമ്മളെ മൊത്തം വോയിസ് മെസ്സേജും നമ്മൾ കേട്ടതാണോ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫിഷറീസ് മന്ത്രി പറയുന്നതിനോട് ഞങ്ങൾക്ക് പോയി. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, നന്ദി മണിലാൽ പ്രതികരിച്ചതിന്. ആലപ്പാട്ട് വിഷയത്തിൽ സർക്കാർ സമവായത്തിന് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അത് സർക്കാരിന്റെ നീക്കം അത് ഏത് രീതിയിലാകും ഈ വിഷയം പരിഹരിക്കാൻ സഹായകരമാകുമെന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അഭിപ്രായം പറയാനായി വെക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയുമായി തിരിച്ചെത്താം. ആലപ്പാട് സർക്കാർ സമവായത്തിനോ എന്ന ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി പ്രേക്ഷകർക്കായി മുന്നോട്ട് വെക്കുന്നത്. അനീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു ആലപ്പാട്ട് നിന്ന് തന്നെ. ആലപ്പാട്ടെ ദുരിതം നേരിട്ടറിയാവുന്ന ഒരാൾ കൂടിയാണ് അനീഷ് എന്ന് കരുതാം. അനീഷ്, എന്താണ് അവിടെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെ ആലപ്പാട് നിവാസികൾ എങ്ങനെ കാണുന്നു?
ഞങ്ങൾക്കിപ്പോ പറയാനുള്ളത് ഈ സർക്കാർ നിലപാട്, ഈ ചർച്ചകൾ പലവട്ടം കഴിഞ്ഞതാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഒരുപാട് തവണ കഴിഞ്ഞതാണ്. അപ്പൊ ഇനി എന്തിനാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. പല കുറി ചർച്ച ഇപ്പോഴാണ് ഇത് മാധ്യമ ശ്രദ്ധ ഏറ്റെടുത്തത്. ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചർച്ച കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് സമരസമിതിയുടെ നിലപാട് തന്നെയാണ് ആലപ്പാടുള്ള എല്ലാവർക്കും ഉള്ളത്. ഈ പറയുന്നത് ചർച്ചയിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം കുറെ നാള് മുന്നേ ഈ ചർച്ച ചെയ്ത് തീർന്ന വിഷയങ്ങളാണിതെല്ലാം. അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞ പ്രളയം ഉണ്ടായപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ സൈന്യത്തെ രക്ഷിക്കാൻ എവിടെ നിന്ന് ആള് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഈ നമ്മൾ ചെയ്യാവുന്നത് പരമാവധി നമ്മൾ ചെയ്തു കഴിഞ്ഞു. മാധ്യമ ശ്രദ്ധയാണ് ഇതിനകത്ത് ഏറ്റവും വേണ്ടത്. ഇനിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് മാധ്യമങ്ങളാണ് ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും അതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇതിനൊരു മാർഗം, ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 ദുരന്തമാണ് നമ്മൾ അതിജീവിച്ചത്, സുനാമി ദുരന്തവും പ്രളയവും. ഇനിയൊരു ദുരന്തവും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ആലപ്പാട് പഞ്ചായത്ത് ഈ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതാണ് നമുക്ക് പറയാനുള്ളത്. ശരി അനീഷ്, നന്ദി താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കിയതിന്. ഇപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ദേവു ചേരുന്നു. ദേവു പറഞ്ഞോളൂ ഈ വിഷയത്തിൽ അഭിപ്രായം. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാലങ്ങളായി ഇതിന്റെ പുറകിൽ കുറെ അധികം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പ്രകൃതി ദുരന്തവും ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളും എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ സർക്കാരുകൾ കാണണമെന്നുള്ളത്. കാരണം ഇത്രയധികം എൻവയോൺമെന്റലി പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം ഇത്രയധികം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷവും സർക്കാർ വേണ്ടത്ര രീതിയിൽ അതിലേക്കൊരു അവരുടേതായിട്ടുള്ള ഒരു നയം വ്യക്തമാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രത്തോളം ഞാൻ അവിടുത്തെ ആ ഒരു പ്രദേശവാസിയാണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ മഞ്ചേരിയാണെങ്കിലും ജോലി സംബന്ധമായി അത് നേരിട്ട് അനുഭവിച്ച സുനാമി എന്ന പോലുള്ള വലിയ ദുരന്തവും അതിനുശേഷം ഇപ്പൊ ആളുകൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തീരുമാനം അറിയുക എന്നുള്ളതാണ്. ആലപ്പാട് അവിടുത്തെ യുവജനത വളരെയധികം ആകാംക്ഷയോടെയാണ് ഇതിനൊരു വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുകയാണ്. നവമാധ്യമങ്ങളുടെ ഇടപെടലുകളും മറ്റു മാധ്യമങ്ങളുടെ ഇടപെടലുകളും ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇപ്പോൾ ഉന്നതതല യോഗം അടക്കം വിളിക്കാനുള്ള സർക്കാർ തീരുമാനം അത് ഈ പ്രശ്നപരിഹാരത്തിന് ഒരു വഴി തുറന്നിടുന്നു, അങ്ങനെ കരുതാം അല്ലേ? അതെ അതെ, തീർച്ചയായും. കാരണം ഇന്റർനാഷണൽ ലെവലിൽ പോലും മീഡിയ ഇതിനെ വളരെയധികം ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആണ്. ഇത് ഒരു പ്രദേശത്തെ ഒരു ആളുകളെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ മറ്റെല്ലാ മേഖലകളിലും കേരളം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് കാതലായ ഒരു ശ്രദ്ധ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഇതിന്റെ ഉന്നയിക്കാനുള്ളത്. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇത് ഒരു ഗ്രാമത്തെ മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഇത് കേരളത്തിലെ മുഴുവൻ, ഇപ്പം അറിഞ്ഞിടത്തോളം കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറഞ്ഞ തീരദേശ പ്രദേശമുള്ള ഒരു ജില്ലയാണ് കേരളത്തില്. അവിടുത്തെ പോലും തീരം നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മേഖലകളിൽ എന്തായിരിക്കും എന്നുള്ള സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ശരി, നന്ദി ദേവ് പ്രതികരിച്ചതിന്. ബിനു ചേരുന്നു കോട്ടയത്ത് നിന്ന്. ബിനു പറഞ്ഞോളൂ താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ. നിലപാട് നമ്മൾ പറയുന്നത്, നമ്മളിപ്പം ഈ സംഭവം എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് ഈ ഖനനം അവിടെ നിർത്തലാക്കിയിട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം സഹായിച്ചു കൊടുക്കുക എന്നുള്ള കേരള ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം. എത്രയും പെട്ടെന്ന് അതുകൊണ്ട് ചർച്ചയിലൂടെ ഇതെങ്ങനെയായാലും ആ ഖനനം അവിടെ നിർത്തി വെക്കണം എന്നുള്ളത്. അത് നിർത്തിയിട്ട് അടുത്ത ഈ ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന അവരെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യ കാര്യം. അത് എത്രയും പെട്ടെന്ന് ചെയ്യണം സർക്കാർ. അത് തന്നെ നമ്മുടെ ആവശ്യം. ശരി ബിനു. ഹാരിസ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഹാരിസ പറഞ്ഞോളൂ. 2011 നമ്മൾ ഈ ആലപ്പാട് വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ടത് ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് മുതൽ അന്നത്തെ നമ്മുടെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ GIM എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ കരിമണൽ ഖനനം പൂർണ്ണമായും തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ച് വിവിധ പഠനങ്ങൾ നടത്തുന്നു. അവസാനമായി പഠനം നടത്തിയത് നമ്മുടെ ലാസ്റ്റ് വർഷം നമ്മുടെ നിയമസഭയുടെ പഠനം PV അൻവറിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം ഉണ്ടായിരുന്നു. KM ഷാജി, മുല്ലക്കര രത്നാകരൻ സാറ് അങ്ങനെയൊക്കെ തുടങ്ങിയൊരു നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ അവിടെ തീരം ഒരുപാട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സുനാമി പോലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കുറെ സ്ഥലങ്ങൾ നഷ്ടമായിട്ടുണ്ട്.
അല്ലാതെ ഈ കന്നം മൂലമാണ് ഈ മുഴുവൻ സ്ഥലങ്ങളും കടലെടുത്ത് പോയത് എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റായ ഒരു വസ്തുതയാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സർക്കാരിന് ഒരു ആർജവമുള്ള ഒരു സർക്കാരാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. തീർച്ചയായും 16-ാം തീയതി വിളിക്കുന്ന യോഗത്തിൽ ഉന്നതതല യോഗം പിണറായി സർക്കാർ വിളിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായും ഒരു തീരുമാനം എടുക്കും. അതേപോലെ തന്നെ സുനാമി വന്ന സമയത്ത് കേരളം കണ്ട ഏറ്റവും അതായത് ഐക്യരാഷ്ട്രസഭ പോലും ഒരു അഭിനന്ദിച്ച ഒരു പുനരധിവാസ പാക്കേജാണ് ആലപ്പാട് വിഷയത്തിൽ നമ്മുടെ ഗവൺമെന്റും അതേപോലെ തന്നെ കൊല്ലം CPM-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയും ഏകദേശം 100ഓളം വീടുകൾ അവിടെ പണിത് കൊടുക്കുകയും ഈ ആലപ്പാട്ടുകാർക്ക് പുനരധിവാസം ഒരു പാക്കേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അതേപോലെ ഒരു തീർച്ചയായും നല്ലൊരു അഭിപ്രായം ഈ 16-ാം തീയതി നടക്കുന്ന യോഗത്തിൽ പിണറായി സർക്കാർ നൽകുമെന്ന് വിചാരിക്കുന്നു. ശരി ഹാരിസ്, നന്ദി പ്രതികരിച്ചതിന്. പ്രണവ് ചേരുന്നു പാലക്കാട്ട് നിന്ന്. പ്രണവ് പറഞ്ഞോളൂ, ആലപ്പാട് വിഷയം അത് പരിഹാരത്തിന്റെ മാർഗത്തിലാണോ? തീർച്ചയായും ആലപ്പാട് ജനങ്ങളോടൊപ്പം സർക്കാർ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രകൃതിയെയും ആലപ്പാട് ജനങ്ങളോടൊപ്പം നിൽക്കും സർക്കാർ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞോളൂ. പ്രകൃതിയെയും ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് പ്രകൃതിയെയും ജനങ്ങളെയും വഞ്ചിക്കില്ല എന്നൊരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. ശരി പ്രണവ്. ഫൈസൽ മണ്ണാർക്കാട് നിന്ന്. ഫൈസൽ പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു സർക്കാർ ജനങ്ങളെ ജീവനും സ്വത്തിനുമാണ് സംരക്ഷണം നൽകേണ്ടത്. ഈ ആലപ്പാട് ഈ ഒരു പഞ്ചായത്ത് മൊത്തം അവിടുത്തെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ പറഞ്ഞോളൂ ഫൈസൽ പറഞ്ഞോളൂ. ഈ കരിമണൽ ഖനനം കൊണ്ട് ജനങ്ങൾക്ക് വെറും മാഫിയകൾക്ക് ഗുണമെന്നല്ലാതെ, ഇതുകൊണ്ട് വൻകിടക്കാർക്ക് ഗുണമല്ലാതെ സാധാരണക്കാർക്ക് ഒരു ഗുണം അവിടെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിപ്പോ ഇവിടെ സമവായ ചർച്ചയൊന്നുള്ളതിന് വേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ഖനനം നിർത്തലാക്കാനുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. അതാണ് ശരി ഫൈസൽ. സുനിൽകുമാർ എന്ന പ്രേക്ഷകൻ ആലപ്പാട്ട് നിന്ന് തന്നെ ചേരുന്നു. സുനിൽകുമാർ പറഞ്ഞോളൂ, ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ അറിയാവുന്ന ഒരു ആളാണല്ലോ താങ്കൾ. സർക്കാർ ഇപ്പോൾ ഉന്നതതല യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഞങ്ങൾക്ക് 100% ഈ സർക്കാർ വിളിക്കുന്ന ചർച്ചയ്ക്കകത്ത് പ്രതീക്ഷയുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, വെളുപ്പിനെ 4 മണി തൊട്ട് ഇവർ ഈ വണ്ടിയും കൊണ്ട് വന്ന് ഈ മണ്ണ് കെട്ടിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് കിടന്ന് പിള്ളേർക്ക് പഠിക്കാൻ പോലും ഒക്കുന്നില്ല, ഉറങ്ങാൻ ഒക്കുന്നില്ല. ഇവർ ഈ വെളുപ്പിനെ 4 മണിക്ക് പോകുന്ന മണ്ണ് വണ്ടി വന്ന് കയറ്റിക്കൊണ്ടു പോകുന്ന മണൽക്കാരൻ എന്ന് പറയുന്നത് ഇവിടത്തെ പ്രദേശം ഇല്ലാതാക്കി ഞങ്ങൾ നാളെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളിത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യുന്നു, ജീവിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സർക്കാർ ഇത് നല്ല രീതിയിലൊരു പരിഹാരം കണ്ടെത്തി ഈ കണ്ണ് ഇവിടെ നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ശരി, നന്ദി സുനിൽകുമാർ പ്രതികരിച്ചതിന്. നിരവധി പ്രേക്ഷകർ ആലപ്പാട്ടുകാരടക്കം ഈ വിഷയത്തിൽ പൊതുവേദിയിലൂടെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. പൊതുവേദി അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.